ബൈബിളിന്റെ വൈശിഷ്ട്യത തങ്ങളിൽ കാണാത്ത, ഹല്ലേലൂയ, 1400 വർഷങ്ങളിൽ തങ്ങളിൽ കാണാത്ത 40-ൽ പരം എഴുത്തുകാർ, ആട്ടിടയന്മാര്, മീൻ പിടിക്കാൻ പോയമാര്, പൊക്കുവന്മാര്, വ്യത്യസ്ത സമയങ്ങളിൽ മുട്ടുമടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അരുളപ്പാട് കൊടുത്ത ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന സത്യവചനമാ ഇന്ന് രാത്രി നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് പറയാ, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ഇതെടുത്തവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടും. ഇത് ജീവന്റെ വചനമാ, ജീവനുള്ള വചനമാ. വചനം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇനി അടുത്ത കാര്യം ബൈബിൾ പ്രവചനം. അടുത്ത വാക്ക് വായിച്ചിട്ട് കുഞ്ഞെ, അടുത്ത വാക്ക്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു. ഇതിന്റെ പേരാ എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ നാശയോഗ. ഇതിന്റെ നടുവിൽ നിന്ന് സിറിയയുടെ അനുമതിയോടുകൂടി തുർക്കിയിൽ കയറി, ഇറാന്റെ കയ്യൊപ്പോടുകൂടി, ഇറാഖിന്റെ IS-ന്റെ മിലിറ്ററിയോടുകൂടി തകർന്നു കിടക്കുന്ന യൂറോപ്യനായ ഗ്രീസിൽ കൂടി കടന്നു വന്ന് ഉലകത്തെ ഒരുവൻ ഭരിക്കും. അവന്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. സ്വർഗത്തിന് 3 ഘടകമുണ്ട്: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. എതിർ ക്രിസ്തു 1 സാത്താൻ, 2 കള്ളപ്രവാചകൻ, 3 മൃഗം. 3 കേന്ദ്രങ്ങളിലായത് ഭരിക്കുന്നത്. കള്ളപ്രവാചകൻ റോമിനെ നോക്ക്. 2 ഈ എതിർ ക്രിസ്തുവിന്റെ ഭരണം മെഗിദോ താഴ്വരയിലേക്ക് വരാം. 3-ാമത്തേത് അവന്റെ വ്യാപാര ശൃംഖലയ. ഇറാഖിൽ വരുന്നു മഗദിയാം ബാബിലോൺ, ട്രേഡ് ബാബിലോൺ. ഇതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കുമെന്നറിയോ പ്രിയപ്പെട്ട ദൈവമക്കളെ? അതിനാൽ മുമ്പിലത്തെ കൊമ്പുകൾ, വായിച്ചാട്ട് മോളെ, അടുത്ത വാക്ക്. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഇന്നത്തെ 3 ഭരണത്തെ ആ പ്രവചനം കാണിക്കുന്നത്. 1, ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നത്തെ ഭരണം ഷേഖുമാരുടെ ഭരണം, അതിനെ വിളിക്കുന്ന രാജാധിപത്യ ഭരണം. ഇന്ത്യയിലെ ഭരണം, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണം ജനാധിപത്യ ഭരണം. അത് അവിടെ നിൽക്കട്ടെ. അതിൻ്റെ അപ്പുറത്ത് 3-മതൊരു ഭരണം ഇവിടെ വരുന്നുണ്ട്: ഏകാധിപതികൾ. മിണ്ടുന്നില്ലല്ലോ. അന്ത്യകാലത്തെ ഏകാധിപതികൾ. പറയാം, തിമത്തിയോസിന്റെ ലേഖനം എഴുതിയിട്ടുണ്ട്, വീട്ടിൽ ചെന്ന് വായിക്കണം. 2 തിമത്തിയോസ് 3:1-2-3. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, അജിതേന്ദ്രന്മാർ, ഇണയില്ലാ പിണ കൂടുന്നവർ. അതിന്റെ ബാക്കി ഒരു സാധനം എഴുതിയിട്ടുണ്ട്: ഉഗ്രന്മാർ. കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം. കസേരയെന്ന് വിടാത്ത ഭരണാധികാരികൾ. സ്വപ്നയുടെ സ്വർണ്ണക്കേസ് വന്നപ്പോൾ പാലക്കാട് സഖാക്കളും തിരുവനന്തപുരത്ത് സഖാക്കളും നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനോട് പറഞ്ഞു, ചോർത്തി കൊടുത്താലും കുഴപ്പമില്ല, എൻ്റെ കൂടെ പഠിച്ചവരാ CPM സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്നത്, സാറൊന്ന് മാറിയിക്കാൻ. അന്നേരം സഖാവ് പറഞ്ഞു, ആർക്കാ ഞാൻ മാറേണ്ടതെന്ന്. എല്ലാം തീർന്നു. സ്വോത്രം. ശരിയായി. സ്വോത്രം. ദാണ്ട് തിരുവനന്തപുരം മൊത്തം ബോർഡ് എഴുതി. അടുത്തത് ആനേവാല ചുനാവോമേ വായോ ബഗനോമേ ആയേക. ആരാ പറഞ്ഞത്? ഹിന്ദി തോടാ പടോ ബായി. പാലക്കാട് നിന്ന് കട്ടഞ്ചായിട്ടാണെങ്കിൽ ഹിന്ദി പഠിക്കണം. സ്വോത്രം. റെഡിയായില്ലേ? അടുത്ത തെരഞ്ഞെടുപ്പിന് ഞാൻ വരുമെന്ന്. സ്വോത്രം. ഇപ്പം തന്നെ ബോർഡ് എഴുതി. ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല. സ്ഥലത്ത് എഴുതിയേക്കുന്ന അടുത്തത് മോഡി സാർ ഇന്ത്യയെ നയിക്കുമെന്ന്. സകല സ്ഥലത്തും എഴുതി കഴിഞ്ഞു. സ്വോത്രം. ഏകാധിപതികൾ. റഷ്യയുടെ പ്രസിഡന്റ് പുടിന അവനോട് കസേരയെന്ന് മാറാൻ പറയാ, തോക്ക് കയ്യിലെടുക്കുക ചായ. സ്വോത്രം. അടുത്ത ചൈനയുടെ ഷീ ജിൻപിങ് ആരെങ്കിലും നോക്കിയാൽ അവൻ റെഡിയാക്ക്. അടുത്ത കൊറിയയിലൊരു ഭരണാധികാരി ഉണ്ട്, അതാ ഈ അമ്മച്ചിമാർ കുഞ്ഞുങ്ങളെ പേടിപ്പിക്കുന്ന കിങ് ജോങ്. സ്വോത്രം. അവനെ കണക്ക് പേടിയുള്ള കുഞ്ഞുങ്ങൾ അമ്മച്ചിമാർ വൈകിട്ട് കൊച്ചുങ്ങളോട് പറയും കിങ് ജോങ് വരുന്നെന്ന്. പിന്നെ കുഞ്ഞുങ്ങൾ മിണ്ടിയല്ല. സ്വോത്രം. അവന് അതുപോലെ അന്ത്യകാലത്ത് ഏകാധിപതികൾ വരും. എത്ര ക്ലിയറാ! അതാകണ്ട് 3 രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം. ഇതിനെ മുഴുവൻ തകർക്കണമെങ്കിൽ ഇവിടെ ഒരു സംഭവം വരണം. അതിൻ്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. മിണ്ടുന്നില്ലല്ലോ. ഇന്ന് മനോരമ വായിച്ച എത്ര പേരുണ്ട്? അഷ്ടം. നമ്മൾ വല്ല കിണറ്റി ചാടിയതോ ആറ്റി ചാടിയതോ നോക്കത്തുള്ളൂ. സ്വോത്രം. അതിൻ്റെ ഇന്നത്തെ ബിസിനസ് പേജിനകത്ത് നോക്കണം. ചൈന കുത്തനെ പൊക്കൊണ്ടിരുന്ന ചൈന ഇടിവിലേക്ക് വരുന്നു. അമേരിക്കയുടെ കാര്യം അതിലും കഷ്ടമാണ്. പെൺപിള്ളാരെങ്ങ് അവിടെ നിന്ന് കെട്ടിച്ചു വിടല്ല. കാര്യം കുഴപ്പത്തില്ല. അവിടെ കുറേ അച്ചായന്മാർ പെൻഷൻ മേടിച്ചാണ് ജീവിക്കുന്നത്. ഇപ്പം പറ്റിയ ഒരു സ്ഥലമുണ്ട്. ചേച്ചിമാർ കേൾക്കണം, എനിക്കൊരു ചായ വാങ്ങിച്ചു തരണം. ബ്രിട്ടനിൽ പെടണ്ട. പറ്റിയ ഒരു സ്ഥലം ഓസ്ട്രേലിയ. 4 ലക്ഷം ഡേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ 2.5. അരുമயான ജീവിതം കിട്ടും. അങ്ങോട്ട് വിട്ടോട്ട്. സ്വതന്ത്രം. ബാക്കി എങ്ങോട്ടും വിടണ്ട. ഇതെല്ലാം കേട്ടോണോ? ലോകത്തെ 28 രാഷ്ട്രങ്ങളുമായിട്ട് ഞാൻ ഡെയിലി സംസാരിക്കുന്ന ആളാണ്. 1ഉം 2ഉം അല്ല, 28 കൺട്രീസ് ഞാനുമായിട്ട് സംസാരിക്കുന്നത്. എല്ലാ ആൾക്കാരും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ, എൻ്റെ പെണ്ണ് പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ കയറി വരും. അടുത്ത വാക്ക് കുഞ്ഞു വായിച്ചാട്ടെ. ഈ കൊമ്പുകൾ, ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണു അവിടെ നിൽക്കട്ടെ. അതിൻ്റെ പേരാ ഇന്നത്തെ ഇന്റർനെറ്റ്. ഇതാ കിടക്കുന്നത്. സകല മനുഷ്യനെ, മോളവാക്യം മാറ്റരുത്, ക്ലിയർ ആക്കണം. സകല മനുഷ്യനെ അവൻ നോക്കും. സിസ്റ്റം മാറിയില്ലേ? പഴയ മൊബൈലൊക്കെ എവിടെ പോയി? ഇന്ന് നമ്മുടെ കയ്യിൽ എത്ര 4G, ചിലരുടെ 5G, എല്ലാം ക്യാമറ ആയില്ലേ? സ്വോത്രം. സഹോദരിമാരുടെ 4 ക്യാമറ, ചേട്ടൻ്റെ 2 ക്യാമറ. സ്വോത്രം. അങ്ങനെയുള്ള മൊബൈലില്ലേ എന്നായിരിക്കുന്നത്. പാലക്കാട്ട് ജോസഫ് ഏട്ടൻ, അമ്മമ്മ, ചിന്നമ്മാമ, പണ്ട് മോനും മോള് ജോസ്, മോള് ജോസ്മി, അവരെവിടെ ദുബായിലാണ്.
പണ്ട് 7:30 ആവുമ്പോൾ ഒന്നുകിൽ ട്രങ്കുകൾ അല്ലേ ബുക്കുകൾ. ഹലോ ജോസഫ്, അപ്പച്ചൻ സുഖമായിരിക്കുന്നോ? എന്തോ കഴിച്ചു? ഉടനെ മോൻ പറയും അപ്പച്ചൻ ഓട്സ് അപ്പച്ചൻ പറയും ഓട്സും കണ്ണിമാങ്ങയും കഴിച്ച്. ഉടനെ അപ്പച്ചൻ തിരിച്ച് ദുബായിലോട്ട് വയ്ക്കും. കരാമയിരിക്കുന്ന ജോസിനോട് ഭാര്യയോടും ചോദിക്കും, മോള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു, നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എന്ത് കഴിച്ചു? അപ്പോൾ അവർ പറയും ഞങ്ങൾ പൊരിച്ച കോഴിയും ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനല്ലേ പറയുന്നത്? ആ കാലം മുടിഞ്ചാച്ച്. ഇന്ന് വൈകിട്ട് 14 ഇഞ്ച് ലാപ്ടോപ്പ് എടുത്ത് വെക്കും, കീക്കും ഒക്കും ഒറ്റയടി WW വാട്സപ്പ്. എവിടെ കാണും? കാര്യം റെഡിയായില്ലേ? നേരെ ദുബായിലേക്ക് ലൈവ്. ഇവിടുത്തെ ജോസഫച്ചാനും ചിന്നമ്മാമയും ഓട്സും കഞ്ഞിയും വെച്ചിരിക്കുന്ന മക്കൾ അവിടെ ഇരുന്ന് കാണും. മിണ്ടുന്നില്ലല്ലോ. അവിടെ നല്ല പൊരിച്ച കോഴി ചപ്പാത്തി ഇരിക്കുന്നത് ഇങ്ങോട്ടും കാണും. ക്ലിയർ ആയില്ലയോ? അതല്ലയോ എന്താ ആപ്ലിക്കേഷൻസ്? ഏതൊക്കെ ആപ്പ് വന്ന്? ഇതാ കോവിഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ മൊബൈൽ കൊടുക്കുമായിരുന്നോ? കോവിഡ് കാലത്ത് സ്കൂൾ അടച്ചപ്പോൾ 5 ആപ്പുകളല്ലേ കുഞ്ഞുങ്ങൾ റെഡിയാക്കിയത്. 1 ഗൂഗിള്, 2 സൂമ്, സ്കൂൾ ആപ്പ്, പേസ് ആപ്പ് എല്ലാം വീറ്റ്. ഇപ്പൊ അപ്പനെ അമ്മ ആപ്പിലാക്കാൻ അവർക്കറിയാം. സ്വോത്രം. സകല ആപ്പ് വന്നില്ലേ? സ്വോത്രം. പണ്ടത്തെ കാലത്ത് ഈ ടെക്നോളജി പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമോ? ഇന്ന് മെസ്സഞ്ചർ കാൾ അമേരിക്ക ഇരുന്നാൽ കാണാം, അത് കഴിഞ്ഞ് UK ഇരുന്ന് കാണാം, അമേരിക്ക ഇരുന്ന് കാണാം. ഞാൻ CSI തുടർമാനമായി കർത്തൃദാസ് പുറയിരിപ്പുണ്ട് തിരുവനന്തപുരത്ത് പ്രസംഗിച്ച് അവരെന്നെ ഇന്നലെ കൊണ്ടുവന്ന് അവിടെ ഞാൻ പഠിപ്പിച്ച ഒരു പയ്യൻ, നല്ല ക്ലാസ് എടുത്തവൻ, നാള് ഒരു വാട്സപ്പിൽ ഒരു കാള്. ഞാൻ ഞെട്ടിപ്പോയി. അവയൊരു സമുദ്രത്തിൻ്റെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടുന്ന് സമുദ്രം കാണിച്ചിട്ട് എന്നോട് പറയാം, എൻ്റെ പൊന്നു പാസ്റ്റർ ഞാനിപ്പോൾ മാൾട്ടാദ്വീപിലാണ് നിൽക്കുന്നതെന്ന്. സ്വോത്രം. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ മാൾട്ടാദ്വീപ്. പണ്ട് പൗലോസ് പോയ മെലീത്തെ അച്ചായ മാൾട്ട. സ്വോത്രം. യവൻ അവിടെ നിന്നുകൊണ്ട് വെള്ളം ഇങ്ങനെ തട്ടിപ്പി കളിക്കുന്നു. എൻ്റെ ചോട്ടാ മൊബൈൽ മാൾട്ടാദ്വീപ് കണ്ടെന്ന്. ക്ലിയർ ആയില്ലേ? അന്ത്യകാലമായില്ലയോ? കർത്താവ് വരത്തില്ലേ? ദാണ്ട് ക്ലിയർ ആയില്ലയോ? കണ്ടോ? ഇന്നെല്ലാവരും പഠിച്ചില്ലയോ? പണ്ട് കൊച്ചുങ്ങൾക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ മാർത്താണ്ഡത്തിനടുത്തടുത്ത് കൺവെൻഷൻ പോയി. 85 ജേക്കബ് സാറൊന്നുമല്ല, 85 വയസ്സുള്ള ഒരു അപ്പച്ചൻ. രാത്രി പ്രസംഗം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നപ്പോൾ കട്ടൻ ചായ കുടിക്കുക. പ്രേമാനന്ദ പാസ്റ്റർ ഞെട്ടിപ്പോയി. ഒന്നുമല്ല, 85 വയസ്സുള്ള അപ്പച്ചൻ താണ്ട് ഇങ്ങനെ കപ്പയുടെ ചവിട്ടി എലി ഞെക്കുന്ന പോലെ ലാപ്ടോപ്പ് ഇട്ട് ഞെക്കുക. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു, എവിടെ മസ്കറ്റ് മോനും മരുമോളും ഉണ്ട്, ഒന്ന് സംസാരിക്കട്ടെ പാസ്റ്റർ കട്ടൻ കുടിക്കാൻ. സ്വോത്രം. 85 വയസ്സ് ഇറക്കുന്ന കൈ വറക്കുന്ന അപ്പച്ചൻ ലാപ്ടോപ്പിൽ ഇരുന്ന് മോനോടും മരുമോളോടും മസ്കറ്റിൽ നിന്ന് സംസാരിക്കുന്നു. അന്ത്യകാലമായില്ലോ. ഇതുപോലെ സാത്താൻ മനുഷ്യനെ മുഴുവൻ കാണും. ആ നെറ്റ്വർക്കായി ഇന്റർനെറ്റ് ലോകം മുഴുവൻ അവൻ കാണും. നമ്പർ 1. ആദ്യത്തെ എന്റെ പ്രഭാഷണത്തിന്റെ 1-ാം ഘട്ടം. അടുത്ത വാക്കൂടെ കുഞ്ഞു വായിച്ചാട്ടെ. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും, ലാപ്ടോപ്പ്, ഇന്റർനെറ്റ്, മൊബൈല്, എല്ലാം ക്യാമറ, വമ്പു പറയുന്ന വായും ഉണ്ടായിരുന്നു. സാത്താൻ ലോകത്തോട് സംസാരിക്കും. അതിനാസ്പദമായി ഇന്ത്യക്കാരൻ ഒരുത്തനുണ്ടായിരുന്നു, സുന്ദർ പിച്ച. അവൻ തുടങ്ങിയതാ ഗൂഗിൾ. കണ്ടില്ലേ? ഗൂഗിൾ മാപ്പ് മലയാളം സംസാരിക്കും. പണ്ട് പാലക്കാട് വന്ന് വഴിയിരിക്കുന്ന നാരായണൻ ചേട്ടനോട് ചോദിക്കണം, എവിടാ ഒലവക്കോടെന്ന്. ഇന്ന് മിണ്ടണോ? വണ്ടിയിലോട്ട് ഞെക്കി കൊടുത്താൽ മതി. ഒലവക്കോട് എവിടെ? സ്വോത്രം. ഫ്രണ്ട് ടച്ച് സ്ക്രീൻ ഉണ്ട്. പെങ്കൊച്ച് പറയും ഗോ റൈറ്റ് ലെഫ്റ്റ് 3-4 കിലോമീറ്റർ ഒലവക്കോട്. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ടച്ച് സ്ക്രീനിൽ തൊട്ടാൽ മതി. ഗൂഗിള്. നല്ലൊരു അങ്കിളെ കിട്ടിയില്ലയോ? അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ വീട്ടിൽ പറയത്തില്ലയോ? ചില കാര്യം വൈകിട്ട് പഠിക്കാതിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പറയും മമ്മിക്ക് ഒരു പുണ്ണാക്കും അറിയത്തില്ല, ഞാൻ ഗൂഗിളിനോട് ചോദിക്കാമെന്ന്. സ്വോത്രം. എത്ര നല്ല കാര്യം. ഇങ്ങനെ നല്ലൊരു അങ്കിളിനെ കിട്ടിയില്ലേ ദാ കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഗൂഗിൾ സംസാരിക്കുമെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കറങ്ങി വന്നത്. എവിടെ നിന്ന് സംസാരിക്കും? കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് രാത്രി യെരുശലേമിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെ മെഗിദോ എന്ന് പറയുന്ന ഒരു താഴ്വരയുണ്ട്. യോവേലിൽ ആ പ്രവചനത്തിൽ ബാക്കി കാര്യം തൊടാൻ സമയമില്ല. അവിടെ മെഗിദോ താഴ്വരയിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ 2000 മനുഷ്യന്റെ തലച്ചോറ് വലിപ്പമുള്ള ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. 1000 ഹ്യൂമൻ ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ സിറ്റുവേറ്റഡ് ഇൻ മെഗിദോ വാലി. അതെല്ലാം കിടപ്പുണ്ട്. ഗൂഗിളിനകത്ത് അവസാനം മൊബൈൽ അടിച്ചാൽ മതി, OS ട്രാൻസ്ലേറ്റർ. ഇന്ന് 600 ഭാഷകളിൽ സംസാരിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്ത്യക്കാരൻ സുന്ദർപ്പിച്ച കൈവച്ച ഗൂഗിൾ വഴി സാത്താൻ ലോകത്തോട് സംസാരിക്കും. സംസാരിക്കുമോ? പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നു. ഞങ്ങളുടെ പഴയ സ്നേഹിതൻ MP രാജേഷ് ഇവിടെ മത്സരിച്ചു. അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചോ? ഒരു സുപ്രഭാതി ഫോൺ വന്നില്ലേ? ഹലോ, ഞാൻ സഖാവ് MP രാജേഷ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. മിണ്ടുന്നില്ലല്ലോ. 2ാമത് പാർലമെന്റ് ഇലക്ഷൻ. ഈ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു സുപ്രഭാതി രാവിലെ കോവിഡല്ലേ വരാൻ പറ്റുമോ? എല്ലാം ഇവിടെ കിടക്കുമല്ലേ ലോക്ക്ഡൗണിൽ. ഒരു സുപ്രഭാതി മൊബൈലിൽ ഫോൺ വന്നില്ലേ? ഞാൻ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. കേട്ടവർക്കായി. 3, കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് ആയിരുന്നു. ഇവിടുത്തെ നാരായണൻ ചേട്ടൻ ചായ കുടിക്കായിരുന്നപ്പോൾ ഒരു നമ്പർ 0471
3300. ഹലോ, ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കേരളീയർക്കും ഓണാശംസ നേരുന്നു. നിങ്ങളെ കണ്ടില്ല, മൊബൈൽ കൂടി നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മൻ കി ബാത്ത് അല്ല കുരങ്ങൻ ഭാരതപ്പുഴയെ കുളിക്കാൻ പോലെയല്ല, മനസ്സ് കീ ബാത്ത് എത്ര 100ാമത് എപ്പിസോഡ് എല്ലാവരും കേട്ടു. 29 സ്റ്റേറ്റ്, 6 കേന്ദ്രഭരണ പ്രദേശം, ഒരു BSNL ലൈവിലാണ് മോഡി സാറിനെ ഞെട്ടിപ്പോയി. 100 കോടിയോളം പേരത് കേട്ടെന്ന് ഞാൻ നെഞ്ചു കീറിപ്പോയി. ഒറ്റ ഡിവൈസ് BSNL സാറ്റലൈറ്റിൽ കൂടി, 4G സിസ്റ്റത്തിൽ കൂടി, റേഡിയോയിലും മൊബൈലുമെല്ലാം മൻ കി ബാത്ത് മോഡി സാറിൻ്റെ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ 2040 ഈ ടെക്നോളജി ഇങ്ങനെ പോയാൽ, ഒരു 9Gയിലേക്ക് ലോകം വന്നാൽ, ഇന്നത്തെ ഗൂഗിളിന് പകരം സാത്താൻ നിങ്ങളുടെ മൊബൈലിനകത്തോ ഇന്റർനെറ്റ് വഴിയോ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവൻ്റെ ശബ്ദം ഞങ്ങളുടെ കർണപടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടവെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ യേശു വരാറായി. പാലക്കാട് മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഈ രാത്രി ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ ഇരിക്കുന്ന സ്ഥാനത്ത് നെഞ്ചത്ത് കൈവച്ച് ഈ രാത്രി ഒരു തീരുമാനമെടുക്ക്. യേശു ഏക ദൈവ, യേശു ഏക രക്ഷിതാവ്, യേശു ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. പാലക്കാട്ടെ ദൈവത്തിന്റെ ദാസന്മാരെ ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തോടായി മാറ്റുവാൻ യേശു വരാറായി. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക. മേലാൽ ഇനി 4 കാര്യം കൂടെ ബാക്കി. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും, സാത്താന്റെ പ്രതിമ വരും, തലച്ചോറിനെ ഊറ്റിയെടുക്കും. ഇത്രയും പറയുമ്പോൾ ഈ രാത്രി ഇന്റർനെറ്റിന്റെ അതിവേഗം കൊണ്ട് അവസാനിക്കും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് വരും. ഒരു പാട്ട് പാടുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. നിങ്ങൾ ആരും സ്ഥലം വിട്ടു പോകരുത്. ഒരു അരമണിക്കൂറൂടെ നമ്മൾ ഇരിക്കണം. എന്നിട്ട് ഒരുമിച്ചൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചിട്ട് മടങ്ങാവൂ. ഇങ്ങനൊരു വല്ലപ്പോഴും ഇങ്ങനൊരു അവസരം കിട്ടും. മക്കൾ പാടിയാട്ട് ഈ സമയത്ത് കാണിക്ക എടുത്താട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഒരു പ്രത്യാശയുടെ ഗാനം പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അപ്പോൾ സ്തോത്ര കാഴ്ചയിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് അടുത്തു എന്ന് ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. കഷ്ടങ്ങളെല്ലാം മാറുന്ന, വേദനകളെല്ലാം തീരുന്ന ഒരു സുദിനത്തെയാണ് നമ്മൾ നോക്കുന്നത്. അവിടെ കരമടിച്ചു പാടാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം.
ദിവ്യഭാവനം കർത്താവൊരു കർത്താവിന്റെ വീരനാദം കേൾക്കുമ്പോൾ കർത്താവോട് കൂടെ പോകുന്ന കുഞ്ഞാട്ടിൻ കല്യാണമാടുന്നുവല്ലോ കാത്തിരിക്കുന്ന വിശുദ്ധരേ കർത്താവിന്റെ വീരനാദം കേൾക്കുമ്പോൾ കർത്താവോട് കൂടെ പോകുന്ന അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. 3 വാക്യങ്ങൾ കൂടി പറയുമ്പോൾ അവസാനിപ്പിക്കും. ഒന്നാമത്തെ കാര്യം, സാത്താൻ ലോകത്തോട് സംസാരിക്കും. ഇന്ന് ഗൂഗിൾ സംസാരിക്കുന്നെങ്കിൽ അതിവേഗ ഇന്റർനെറ്റ് വന്നാൽ വാഹനങ്ങളെ സഹിതം മോണിറ്റർ ചെയ്യുന്നത് പോലെ മനുഷ്യന്റെ ലൊക്കേഷൻ കമ്പ്യൂട്ടർ തരാൻ പോകുന്നു. നിർണായകമായ ടെക്നോളജി ഇവിടെ വരാൻ പോകുന്നു. അതിൻ്റെ പേര് RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗിലേക്ക് ലോകം. വായിക്കൂ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. വിശുദ്ധ വെളിപ്പാട് 13-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ തിരുവചനം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അവിടെ നിൽക്കട്ടെ. സകല മനുഷ്യനെയും
ഈ വലയ്ക്കകത്ത് കൊണ്ടുവന്നു. ഇങ്ങോട്ട് നോക്കിയാട്ടെ, തലച്ചോറുകൾ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് ഇന്ന് 4G വെച്ചിട്ട് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തിരിക്കുന്ന ഒരു കെൽട്രോണിൻ്റെ കമ്പ്യൂട്ടർ 30 സ്റ്റാഫ്, വെറും 30 സ്റ്റാഫ് 50,000-ൽ പരം വാഹനങ്ങൾക്ക് ഒരേ സമയം ഫൈൻ കൊടുക്കുന്നു. കേരള ഗവൺമെൻറ് ഇത് പേര് വിട്ടു, ഒറ്റ റോബോട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിയന്ത്രിത ബുദ്ധി. ഇന്നത്തെ 726 AI ക്യാമറ വഴി കേരളത്തിലെ സകല വാഹനങ്ങളെ മോണിറ്റർ ചെയ്യുന്നു. പാലക്കാട്ട് ഒരു പോണ്ട്. എന്താ ഇതിൻ്റെ കാര്യം? വയർ വേണ്ട, കയർ വേണ്ട, MVD വേണ്ട. ഒരു ക്യാമറ വച്ചാൽ അത് ഇന്നിരിക്കുന്നിടത്തല്ല നാളെ ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആന്റണി രാജു നേരത്തെ പറഞ്ഞ് ഇന്നിരിക്കുന്നിടത്തല്ല നാളെ ഇരിക്കുന്നത്. ഇത് പോസ്റ്റയിലും മതിലിലും എവിടെ വെക്കാം. അതിവേഗ ഇന്റർനെറ്റ് വഴി ബാറ്ററി ചാർജ് കൊടുത്താൽ ഇത് കൊണ്ടുവച്ചാൽ ചെകുത്താൻ്റെ 2 കൊമ്പ് പോലെ സെക്കൻഡ് കൊണ്ട് തിരുവനന്തപുരത്തിരിക്കുന്ന ശാസ്തമംഗലം അഥവാ പിന്നെ ഇവിടെ ഇരിക്കുന്ന കെൽട്രോണിൻ്റെ ഒറ്റ ഇതിലേക്ക് റോബോട്ടിലേക്ക് വന്നാൽ 30 സ്റ്റാഫുകൾ വഴി 3 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ വരും. നിങ്ങളുടെ വണ്ടി എവിടെ ട്രാക്ക് തെറ്റി. അതിൻ്റെ പേരാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നൗ അതാരെ നോക്കുന്നു? പറഞ്ഞു തരാം. കാറിനെ നോക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ. ഇതിൻ്റെ പേര് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഇന്റർനെറ്റ് മനുഷ്യന് മുഴുവൻ പിടിച്ചടക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ക്യാമറ സമയമൊന്നും പോയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. ക്യാമറയുടെ പ്രത്യേകത ചിലർ വിചാരിക്കും ഇത് ട്രാഫിക്കും കാര്യം, ഇത് നല്ല ക്യാമറ. ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ പാലക്കാട്ടെ സഹോദരങ്ങളിലൂടെ ഒരു നല്ല വാക്ക് ഞാൻ ക്യാമറയിൽ കൂടി പറയാം. കാപ്പി എനിക്ക് മേടിച്ചു തരണം. ഇവിടുത്തെ ഒരു സഹോദരൻ പാലക്കാട് നിന്ന് വടക്കാഞ്ചേരിക്ക് പോകുന്നു. അപ്പം പാലക്കാട് ബസ് സ്റ്റാൻഡ് കഴിയുമ്പോൾ വഴിയരികെ പരിചയമുള്ളൊരു സഹോദരി നിൽക്കുന്നു. ഹെൽമറ്റ് ഇല്ല. ഈ പെങ്കൊച്ചനെ കയറ്റി. ആ സമയത്ത് വടക്കാഞ്ചേരിയിലോട്ട് പോകുന്ന വഴി ടക്കെന്ന് ക്യാമറ അടിച്ചു. അപ്പം ഇദ്ദേഹത്തിൻ്റെ RC ബുക്കിൽ ആരുടെ നമ്പരാണെന്നറിയാമോ? ഭാര്യയുടെ മൊബൈൽ നമ്പർ. എല്ലാം ശരിയായില്ലയോ? സ്തോത്രം. 3 മിനിറ്റ് കൊണ്ട് പാലക്കാടിരിക്കുന്ന സ്വന്തം ഭാര്യയുടെ ടച്ച് മൊബൈലിനകത്ത് പുറേ ഇരിക്കുന്ന പെൺകുട്ടിയുടെ ചേട്ടൻ്റെ പടം വരും. വേറെ വല്ലയിടത്തും പോകണോ? ഉടനെ പെൺകുട്ടി പറയും, എന്നെ കറിഞ്ഞിട്ട് വടക്കാഞ്ചേരി യോഗത്തിന് പോന്നെന്ന് പറഞ്ഞിട്ട് പെൺകൊച്ചിനെ കയറ്റി നെന്മാറെ കറങ്ങാൻ പോവുക. തീർന്നില്ലയോ കാര്യം? അതവിടെ. ഇനി അടുത്തത് പറഞ്ഞുതരാം എൻ്റെ മറുപടി. ഞാൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടോട് കൺവെൻഷന് വരിക. വടക്കാഞ്ചേരി സ്ഥിരമായിട്ട് നമ്മുടെ IPCയുടെ എല്ലാം ജോസ് പാസ്റ്ററൊക്കെ എന്നെ വിളിച്ച് ശരിക്കും പ്രസംഗിച്ച്. വടക്കാഞ്ചേരി വന്നപ്പോൾ ഒരു കട്ടൻ കുടിക്കാൻ കയറിയപ്പോൾ പരിചയമുള്ള ഒരു സഹോദരി നിൽക്കുന്നു. ഞാൻ നല്ല കാലത്തിന് ചോദിച്ച, സഹോദരി എവിടെ പോവാ? പാലക്കാടിന് പോവാ. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നടത്ത് യോഗത്തിന് പോവാ, കയറിക്കോളാൻ പറഞ്ഞു. വർത്താനം പറഞ്ഞ് ബെൽറ്റ് ഇട്ടില്ല. വടക്കാഞ്ചേരി ഇങ്ങോട്ട് വന്നപ്പോൾ ഹൈവേ വെച്ച് ഒറ്റയടി. എൻ്റെ വണ്ടിയുടെ RC ബുക്ക് ആരുടെ നമ്പരാ? എൻ്റെ ഭാര്യയുടെ നമ്പരാ. LDF വരും, എല്ലാം ശരിയാകും. സ്വോത്രം. 3 മിനിറ്റ് കൊണ്ട് എൻ്റെ ഭാര്യയുടെ മൊബൈലിനകത്ത് ക്ലിയറായി. ആര്? എൻ്റെ ഭാര്യയ്ക്ക് ശ്രദ്ധിക്കുന്നു. എൻ്റെ കൂടെ വേറെ പെങ്കൊച്ചിരിക്കുന്നു. ഉടനെ അവൾ പറയും, അച്ചായൻ കൺവെൻഷന് പോയിട്ട് കണ്ട പെങ്കൊച്ചിനെയും കൂട്ടി തിരുവല്ലാമലയിൽ പോവാന്ന്. കാര്യം റെഡി ആയില്ലേ? സ്വോത്രം. ഇത് മാറ്റണമെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയാലും പറഞ്ഞുതരാം. നാളെ പോകണം. എവിടെ? അക്ഷയ ഓൺലൈൻ. 20 രൂപ കൊടുത്ത് RC ബുക്ക് ചെക്ക് ചെയ്താൽ മതി. മാറ്റണമെങ്കിൽ 20 രൂപ കൊടുത്ത് ആരും അറിയത്തില്ല. പിന്നെ ആരെ എവിടെയും കൊണ്ടുപോകാം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുകൊണ്ട് അപ്പോഴേ മാറ്റിത്തരാം RCയുടെ സേവനം. ഇതാണ് AI ക്യാമറ മനുഷ്യനെ കൊടുക്കുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ മനുഷ്യൻ്റെ തലച്ചോറ് ഊറ്റിയെടുക്കും. അതിൻ്റെ പേരാ RNM. ലോകം കാണാൻ പോകുന്ന അത്ഭുതമാ റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ഇന്റർനാഷണൽ സംഭവം പ്രസംഗിക്കാൻ പോകുന്നത്. ഇവിടുന്ന് പാലക്കാട് നിന്ന് വാളയാറിൽ പോകുമ്പോൾ നിങ്ങൾ കോയമ്പത്തൂർ അതിർത്തി കയറുമ്പോൾ ഒരു മെസ്സേജ് വരും, വെൽക്കം ടു സെൽവൺ തമിഴ്നാട്. നിങ്ങൾ മതിൽ ചാടിയത് ആരും അറിയത്തില്ല. സാറ്റലൈറ്റ് അറിഞ്ഞു. ആ പ്രോജക്റ്റ്, ആ ഗലീലിയോ പ്രോജക്റ്റ് 5G കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ തലച്ചോറുമായിട്ട് ബന്ധിപ്പിക്കും. മനുഷ്യൻ്റെ തലച്ചോറിൽ എത്ര ഘടകം? 100 കോടി കോശം. സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ബ്ലാങ്കറ്റ. 1 മിനിറ്റിൽ 40 ചിന്ത. ആ 40 ചിന്ത മണിക്കൂറിൽ 2400 ചിന്ത. ഇന്നത്തെ കേരള പോലീസ് ഈ ടെക്നോളജി വെച്ച് ബ്രെയിൻ മാപ്പിംഗ്, കേട്ടവരെന്ന് കൈയുയർത്താം. മനുഷ്യൻ്റെ തലച്ചോറ് പല കുറ്റങ്ങളും തെളിയിക്കാൻ ബ്രെയിൻ മാപ്പിംഗ് നടത്തുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ തൈക്കാട് കൊണ്ടുവന്ന് അവിടെ ആരെയും വെട്ടിക്കടത്തണ്ട. നിങ്ങൾ വാളയാറിൽ ചാടുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ മൊബൈൽ തരുന്നത് പോലെ മനുഷ്യൻ്റെ തലച്ചോറ് കമ്പ്യൂട്ടർ ഊറ്റിയെടുക്കും. ലോകം കാണാൻ പോകുന്നു ഫ്യൂച്ചർ ഫന്റാസിയ. ഇതിൻ്റെ പേര് തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. ഇന്ന് രാത്രി മൊബൈൽ അടിച്ചാൽ ഇതൊക്കെയാ ബൈബിൾ. RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. നിങ്ങൾ വിചാരിക്കും ഇത് കുഞ്ഞുകളിയാന്ന്. 2016 അങ്കമാലി
അങ്കമാലിക്കടുത്ത് വലിയ അങ്കമാലി കാലടി റൂട്ട് പേര് ഞാൻ മറന്നുപോയി. കൊരട്ടി ബൈബിൾ കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക 2016. അന്നൊക്കെ ഈ വീഡിയോ വരുന്നത്. അന്ന് ഞാൻ അവിടെ ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന പലരും ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഇനി ബാങ്കിൽ ചെന്നാൽ പാസ്വേഡ് അല്ല, കൈയട ചൂടടിക്കുമ്പോൾ സ്ക്രീൻ തുറന്നു വരും. അവർ പറഞ്ഞ് അവിടെ പ്രസംഗം കേട്ട എല്ലാവരോടും പറഞ്ഞ് ഇദ്ദേഹത്തിന് എന്തോ തലയ്ക്ക് വട്ടായതാന്ന്. സ്വോത്രം. ഞാനൊന്നും മിണ്ടിയില്ല. 2018 ഇൻഫോസിസ് എല്ലാത്തിൻ്റെ കൈ അങ്ങോട്ട് മേടിച്ച് ഈപ്പോസ് കാത്തിറക്കോ ദണ്ഡമാക്കൻ ജിയോ കാത്തിറക്കോ 4 കിലോ 2 കിലോ പച്ച. അത് കഴിഞ്ഞിട്ട് ഇന്ന് പാലക്കാട്ട് ബാങ്കിൽ ചെന്നാൽ ഏത് വ്യക്തിക്കും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാം. കൈയട ചൂട് ക്ലിയർ ആണെങ്കിൽ അവരുടെ കൈരേഖ നേരത്തെ SBI വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം തുറന്നു വരും. പാസ്വേഡ് അടിക്കണ്ട. 2016 ഞാൻ പ്രസംഗിച്ചു. 18 തിരുവനന്തപുരം SBI പൂജപ്പര അവിടുത്തെ ഏറ്റവും നല്ലൊരു മാനേജർ, അദ്ദേഹത്തിൻ്റെ ആരോ ഒരു വീഡിയോ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാസ്റ്റർ 2 വർഷം മുമ്പ് പ്രസംഗിച്ചതാ നമ്മുടെ കൈവച്ച ബാങ്കിലെ സ്ക്രീൻ തുറക്കുമെന്ന്. ഇപ്പോൾ ശരിയായെന്ന്. പുള്ളിക്കാർ എവിടുന്ന് നമ്പർ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി നല്ല വിദ്യാഭ്യാസമുള്ള എന്നോട് ചോദിച്ചു, ഈ ബൈബിളിനകത്ത് ഇത്ര